അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. സ്നേഹമുള്ള വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ സത്യദീനിൽ, വിശുദ്ധമായ തൗഹീദിൽ അടിയുറച്ചു നിൽക്കാൻ അവസരം ലഭിച്ച ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് പരിഹരിക്കുമാറാകട്ടെ. നമ്മളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ച കാര്യങ്ങൾ അതൊക്കെയും ലോകം അവസാനിക്കുന്നതിന് മുൻപ്
ഇവിടെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പുള്ളവരുമാണ്. അപ്രകാരം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾക്ക് സംഭവിക്കുമെന്ന് പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. വ്യത്യസ്തങ്ങളായ ഹദീസുകളിൽ ആ 2 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തി. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യഅതി അലന്നാസി സമാനുൻ, ജനങ്ങൾക്കൊരു കാലം വരും. ആ കാലത്തിൻ്റെ പ്രത്യേകത അസ്വാബിറു ഫീഹിം അലാ ദീനി, മതത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്നവർ, ശരിയായ ദീന് ഉൾക്കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ, കൽ ഖാബിളി അലൽ ജംറ്, കയ്യിൽ തീക്കനൽ പിടിച്ചവനെ പോലെയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, യഥാർത്ഥ ദീൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ ശരിയായ ദീനിനെ ആരാണോ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർ, അവർ കയ്യിലൊരു ചൂടുള്ള തീക്കനൽ കയ്യിൽ പിടിച്ച് നിൽക്കുന്നവൻ്റെ അതേ രൂപത്തിലുള്ള പ്രയാസങ്ങൾ അവന് അനുഭവിക്കേണ്ടി വരുമെന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനം. സഹോദരങ്ങളെ, ശരിയായ ദീനാണ് നമ്മൾ കൊണ്ടു നടക്കുന്നതെങ്കിൽ, യഥാർത്ഥ ദീനിൻ്റെ വക്താക്കളായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ, ആ രംഗത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ, തീച്ചൂളകൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നാം അനുഭവിക്കുന്ന രോഗത്തേക്കാൾ, സാമ്പത്തിക രംഗത്ത് നമ്മൾ അനുഭവിക്കുന്ന മറ്റു പ്രയാസങ്ങളേക്കാൾ, പ്രതിസന്ധികളേക്കാളൊക്കെ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നാം നേരിടേണ്ടി വരുന്ന പരീക്ഷണവും അതുതന്നെയാണ്. ഏറ്റവും വലിയൊരു പരീക്ഷണം എന്ന് പറയുന്നത് മതരംഗത്ത് അടിയുറച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കുമോ ഇല്ലേ എന്നതു തന്നെയാണ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സയഅതി അലന്നാസി സനവാതുൻ ഖദ്ദാഅത്ത്, ജനങ്ങൾക്ക് ചില വഞ്ചനയുടെ വർഷങ്ങൾ കടന്നു വരും. യുസദ്ദഖു ഫീഹാ അൽ കാദിബ് വയുകദ്ദബു ഫീഹാ അസ്വാദിഖ്, സത്യം പറയുന്നവർ കള്ളന്മാരായും കള്ളം പറയുന്ന ആളുകളെ സത്യസന്ധരായും ജനങ്ങൾ കണക്കാക്കുന്ന ഒരു കാലമായിരിക്കും അത്. വയുഅ്തമനു ഫീഹാ അൽ ഖായിൻ വയുഖവ്വനു ഫീഹാ അൽ അമീൻ, ചതിയും വഞ്ചനയും നടത്തുന്ന ആളുകളൊക്കെ വിശ്വസ്തരായി സമൂഹം വിലയിരുത്തുകയും വിശ്വസ്തരായി ജീവിക്കുന്ന ആളുകളെ ചതിയന്മാരും വഞ്ചകരുമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന വഞ്ചനയുടെ കാലഘട്ടമായിരിക്കും അത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയൻതിഖു ഫീഹാ അർറുവൈബിള, ആ വർഷങ്ങളിൽ ആ കാലഘട്ടത്ത് റുവൈബിളമാർ സംസാരിക്കും. ഖീല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, വമർ റുവൈബിള, എന്താണ് റസൂലെ റുവൈബിള സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉദ്ദേശം? അർറജുലു താഫിഹു ഫി അംറിൽ ആം, പൊതുവായ കാര്യങ്ങളിൽ ഒരു വിവരവുമില്ലാത്ത ആളുകൾ കയറി അഭിപ്രായം പറയുന്ന ഒരു കാലഘട്ടമുണ്ടാകും. ഇപ്പോൾ ദീനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ദീനുമായി ബന്ധപ്പെട്ട ഒരു ബന്ധവുമില്ലാത്ത, ഒരടിസ്ഥാന അറിവുമില്ലാത്ത ആളുകളൊക്കെ കയറിയിരുന്ന് അവരങ്ങനെ പൊതുവായ കാര്യങ്ങളിലൊക്കെ അങ്ങനെ അഭിപ്രായം പറഞ്ഞു പോകുന്ന, സത്യം പറയുന്നവർ കള്ളന്മാരായി, കള്ളം പറയുന്നവർ സത്യസന്ധരായി, വിശ്വസ്തർ ചതിയന്മാരായി, ചതി കാണിക്കുന്നവർ വിശ്വസ്തരായി ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു കാലം കടന്നു വരുമെന്നാണ്. സഹോദരങ്ങളെ, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് സമൂഹത്തിൽ നാം ജീവിക്കുന്ന പരിസരങ്ങളിൽ ചുറ്റുപാടിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ കാര്യങ്ങൾ പറയുന്ന, മനുഷ്യർക്ക് ഗുണകരമാകുന്ന കാര്യങ്ങൾ പറയുന്ന, യാതൊരു വർഗീയതയും വിദ്വേഷവുമില്ലാത്ത സത്യസന്ധമായ ആശയാദർശങ്ങൾ പഠിപ്പിക്കുന്ന ആളുകളെ നോക്കി അവരെ വർഗീയവാദികളായി ചിത്രീകരിക്കുന്ന, അവരെ കള്ളവാദികളായി പറയപ്പെടുന്ന, മതവിഷയങ്ങളിലൊക്കെ കയറി മതത്തോട് ഒരു ബന്ധമില്ലാത്ത, ആരാധനകൾ പോലും ജീവിതത്തിൽ കൊണ്ടു നടക്കാത്ത മനുഷ്യരൊക്കെ കയറി ഇസ്ലാമിൻ്റെ കാര്യത്തിലൊക്കെ അഭിപ്രായം പറയുന്നതൊക്കെ നമ്മൾ കാണുമ്പോൾ
യഥാർത്ഥത്തിൽ ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ പ്രവചനം പോലെ കയ്യിൽ തീക്കാനൽ പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം യഥാർത്ഥ വിശ്വാസികൾക്ക്, സലഫിൻ്റെ മാർഗം പിൻപറ്റി പോകുന്ന കറകളഞ്ഞ വിശ്വാസികൾക്ക് അനുഭവിക്കേണ്ടി വരുമെന്നത് ഒരു സത്യമാണ്. പക്ഷെ സഹോദരങ്ങളെ, നമ്മൾ എന്തു ചെയ്യണം? ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചത് മാത്രമാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്, എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ എന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ല. ഞാനൊരു വിശ്വാസിയായിട്ട് എന്തേ എനിക്ക് ഇങ്ങനെ നേരിടേണ്ടി വരുന്നു എന്ന ചിന്തയല്ല നമുക്കുണ്ടാകേണ്ടത്. ഇത്തരം പരീക്ഷണങ്ങൾ വരുമ്പോൾ ഇത് വിശ്വാസികൾക്കുള്ളതാണ് എന്നും വിശ്വാസികളെ പടച്ച റബ്ബ് ഇങ്ങനെ ഒരു പരിശോധന നടത്തുമെന്ന ഒരു യഥാർത്ഥ ബോധം നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്ത് തുടങ്ങുന്നത് തന്നെ അത് പറഞ്ഞുകൊണ്ടാണ്. അലിഫ് ലാം മീം അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. അഹസിബന്നാസ്, ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ, അൻ യുത്റകൂ, അവരെ അങ്ങോട്ട് പടച്ചോ ഒഴിവാക്കി വിടുമെന്നാണോ അവർ വിചാരിക്കുന്നത്? അൻ യഖൂലൂ ആമന്ന, ഞങ്ങൾ വിശ്വാസികളായി എന്ന് പറഞ്ഞതിനാൽ, ഞങ്ങളൊക്കെ പടച്ചോനിൽ വിശ്വസിച്ചു എന്നങ്ങോട്ട് പ്രഖ്യാപിച്ചത് കൊണ്ട് ഇനി അവരെയൊക്കെ പടച്ചോൻ വെറുതെ വിടുമെന്നാണോ അവർ വിചാരിക്കുന്നത്? വഹും ലാ യുഫ്തനൂൻ, അവർക്കൊരു പരീക്ഷണം ഉണ്ടാകൂല എന്നാണോ അവർ വിശ്വസിക്കുന്നത്? എന്നിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹ് പറയാണ്, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ള ആളുകളും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹുല്ലദീന സ്വദഖൂ വലയഅലമന്നൽ കാദിബീൻ. മതകാര്യത്തിൽ ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞ ആളുകളിൽ ആരാണ് സത്യസന്ധമായി അത് പറഞ്ഞത് എന്നും ആരാണ് തൽക്കാലം ഒരു ഒപ്പിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞത് എന്നും പടച്ച റബ്ബ് പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ പടച്ചോൻ ചില പരീക്ഷണങ്ങൾ ഇങ്ങനെ തരും ദീനിൻ്റെ കാര്യത്തിൽ. അടിയുറച്ച് നിൽക്കാൻ മാത്രമുള്ള ഈമാൻ നമുക്കുണ്ടോ? പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ, അത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ ഈമാൻ കൂടി ദീനിൽ കുറച്ചും കൂടി സജീവമാകുകയാണോ ചെയ്യുക? അതല്ല, കുറച്ചൊക്കെ ദീനിൻ്റെ ഷിയാർ, ഇപ്പോൾ താടിയൊക്കെ ഉണ്ടായിരുന്ന ആളാണ്, ഇപ്പോൾ താടിക്കാരെ മുഴുവൻ ആളുകൾ എന്തോ ആയി ചിത്രീകരിക്കും, എന്നാൽ അതൊക്കെ ഒന്നാണ് വെട്ടി ചെറുതാക്കി, ഞാൻ അങ്ങനത്തെ ഒരു അത്ര കണിശതുള്ള ഒരു മുസ്ലിം ഒന്നുമല്ല എന്ന് സമൂഹത്തിൽ വരുത്താനാണോ ശ്രദ്ധിക്കുക? ദീനി കാര്യങ്ങളിലൊക്കെ ചിലതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ സമൂഹം ഒരു 2ാം നമ്പറാക്കും എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണോ? അതല്ല, ഓൻ്റെ ഈമാൻ കൂടാണോ ചെയ്യാന്നാണ് പടച്ചോൻ്റെ പരീക്ഷണം. ഇത് സ്വഹാബത്തിനും കൊടുത്തു ഈ പരീക്ഷണം. പക്ഷേ സ്വഹാബത്ത് അവിടെ വിജയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഉഹദ് കഴിഞ്ഞ് ഒരല്പം പ്രയാസകരമായ അനുഭവങ്ങൾ ഉണ്ടായി തിരിച്ചു വന്ന സ്വഹാബത്തിനോട് ആളുകൾ പറഞ്ഞു, ഇതാ ഇനിയും നിങ്ങൾക്ക് ചിലപ്പോൾ നേരിടേണ്ടി വരും, ഒന്നുകൂടി ചിലപ്പോൾ മദീനയിലേക്കൊക്കെ കയറി വന്ന് ആക്രമിക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചിലപ്പോൾ നമ്മൾ ഇനിയും പുറപ്പെടേണ്ടി വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞത്, ആരാണോ ഉഹദിലേക്ക് എൻ്റെ കൂടെ വന്നത് അവർ മാത്രമാണ് ഇതിനും കൂടെ വരേണ്ടത്. നോക്കൂ നിങ്ങൾ, ആ വന്നവരോട് തന്നെ പിന്നെയും വരാൻ പറയാൻ. ജാബിർ റളിയല്ലാഹു അൻഹു മാത്രമാണ് അധികമായി വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തതിന് വേറെ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലദീന ഖാല ലഹുമുന്നാസ്, ജനങ്ങൾ അവരോട് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും, ഇതാ അവർ പിന്നെയും തട്ടിക്കൂടി വരുന്നുണ്ട് കേട്ടോ, നിങ്ങൾ പേടിച്ചോളി എന്ന് പറഞ്ഞപ്പോൾ ഫസാദഹും ഈമാന, ഓലെ ഈമാൻ ഇങ്ങോട്ട് കൂടി. എന്നിട്ട് അവർ പറഞ്ഞു, വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹ് മതി, അവനാണ് ഏറ്റവും ഭരമേൽപ്പിക്കാൻ നല്ലത് എന്ന് പറഞ്ഞു എന്നാണ്. സഹോദരങ്ങളെ, നമുക്ക് ഈമാൻ കൂടുന്നുണ്ടോ? ചെറിയ ചെറിയ വിഷയങ്ങളെ നേരിടേണ്ടി വരുന്നുള്ളൂ. ഒരു വസ്ത്രത്തിൻ്റെ, ഒരു താടിയുടെ, നിര്യാണിക്ക് മുകളിൽ കയറി നിൽക്കുന്ന ഒരു പാൻസ് കാണുമ്പോൾ ആൾക്കാരൊരു പരിഹാസം, അതൊക്കെ അല്ലേ നമുക്ക് നേരിടേണ്ടി വരുന്നുള്ളൂ. ഒരു തലയിലിടുന്ന തട്ടത്തിൻ്റെ, ഒരു മഫ്തയുടെ ഒക്കെ വിഷയമുള്ളൂ. പക്ഷെ നമുക്ക് ഈമാൻ കൂടുന്നുണ്ടോ എന്ന് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ഈമാൻ കൂടുന്ന ആളുകൾ
അടിയുറച്ചു നിൽക്കുന്ന ആളുകൾ, അവർക്കുള്ള സന്തോഷ വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ ഗരീബ. ഇസ്ലാം അപരിചിതമായിട്ടാണ് തുടങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന ആളുകളെ ദീനിലേക്ക് ക്ഷണിച്ചപ്പോൾ ലോകത്ത് കടന്നുപോയ പ്രവാചകന്മാരൊക്കെ പറഞ്ഞ ദീന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അതൊരു പുതിയ കാര്യമായിട്ടാണ് തോന്നിയത്. പിന്നെ അവിടുന്ന് ദീന് വളർന്നു. വസയഊദു കമാ ബദഅ ഗരീബ. എങ്ങനെ തുടങ്ങിയോ അപരിചിതമായി തുടങ്ങിയെങ്കിൽ അപരിചിതത്വത്തിലേക്ക് അത് മടങ്ങും. ഖുർആനിലും സുന്നത്തിലുമുള്ള ശരിയായ ദീന് പറയുന്നവർ തുലോം തുച്ഛമായി മാറും. അവരെ നോക്കി മുസ്ലിം നാമധാരികൾ വരെ ഇവർക്കല്ലെങ്കിലും കുറച്ച് കൂടുതലാണ് എന്ന് പറയുന്ന അവസ്ഥയുണ്ടാകും. ഫത്തൂബാ ലിൽ ഗുറബാ. അന്ന് പുത്തൻവാദികളെന്ന് സമൂഹം വിളിക്കുന്ന ആ മനുഷ്യരുണ്ടല്ലോ, അവർക്കെൻ്റെ ആശംസകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ. ആ ആശംസ കേൾക്കാനുള്ള അവസരം എനിക്കും നിങ്ങൾക്കുണ്ടോ ദീനിൻ്റെ കാര്യത്തിൽ എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഇവിടെ മാത്രമല്ല, മരണവും മരണത്തിനപ്പുറവും സന്തോഷകരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. ഞങ്ങളെ റബ്ബ് അല്ലാഹയാണ് എന്ന് പറഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കുക. എന്ത് പരീക്ഷണം അത് എവിടെ നിന്നുണ്ടായാലും, അത് സമൂഹത്തിൽ നിന്നുണ്ടായാലും അയൽപക്കത്തു നിന്നുണ്ടായാലും അത് സ്കൂളിൽ നിന്നുണ്ടായാലും കോളേജിൽ നിന്നുണ്ടായാലും ഒക്കെ ഉറച്ചു നിൽക്കുക. തതനസ്സലു അലൈഹിമുൽ മലായിക. മലക്കുകൾ അവരുടെ അടുത്ത് വന്നിട്ട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, ദുഃഖിക്കണ്ട, പേടിക്കണ്ട, വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് പടച്ചോൻ വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗമുണ്ട്, സന്തോഷിച്ചോളൂ എന്ന് മലക്കുകൾ പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനീ രംഗത്ത് ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. എന്താ വിശ്വാസികളോട് അല്ലാഹ് പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ. ഇസ്ലാമിലേക്ക് നിങ്ങൾ പൂർണ്ണമായി പ്രവേശിക്കണം. വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. ശൈത്താന് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ പലതും പറയും. അവൻ്റെ കാലടികൾ പിന്തുടർന്ന് ഓൻ്റെ പിന്നാലെ പോകരുത്, അവൻ നിങ്ങളുടെ ശത്രുവാണ്. ദീനിക്ക് പൂർണ്ണമായിട്ടും കാരണം. ഇപ്പം ഇന്ന് ഇതൊക്കെ പറ്റും, ഇന്ന് അത് ചെയ്യുക, നാളെ അത് ചെയ്യുന്നവരും ഒരു 2ാം നമ്പർ ആയാൽ എന്നാൽ ഇന്നും മാറുക, അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പറ്റുന്നതൊക്കെ തിരഞ്ഞെടുത്ത് ചെയ്യുക. നിസ്കാരം നോമ്പൊന്നും ഇപ്പോൾ വലിയൊരു പ്രശ്നമല്ല, അപ്പം അതൊക്കെ ഇങ്ങനെ ചെയ്തു പോകുക. ഡ്രസ്സും കാര്യമൊക്കെ ഇപ്പോൾ ഒരു പ്രശ്നമാകുമ്പോൾ ഇന്നൊക്കെ ഇങ്ങനെ മാറിക്കുക. ഇനി നാളെ നിസ്കാരക്കാരൊരു പ്രശ്നക്കാരാണെന്ന് പറഞ്ഞാൽ അതൊന്നും മാറി നിൽക്കല്ല. പൂർണ്ണമായി പ്രവേശിക്കണം. ഇനി വഴുതി പോകുകയാണെങ്കിലോ, സത്യം എന്താന്നൊക്കെ ശരിക്കും മനസ്സിലായിട്ടും ദുനിയാവിന് വേണ്ടി അതൊന്ന് നിങ്ങൾ വഴുതി പോകുകയാണെങ്കിൽ പടച്ചറബ് പ്രതാപശാലിയും യുക്തിമാനുമാണ് എന്നുള്ള ബോധ്യങ്ങൾക്ക് ഉണ്ടാകണം. എന്താ അർത്ഥം എന്നറിയോ? പടച്ചോങ്ങളെ വെറുതെ വിടൂല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പൂർണ്ണമായി ദീൻ ഉൾക്കൊള്ളണം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്തൊക്കെ പരീക്ഷണം നേരിടേണ്ടി വന്നു. ഒറ്റക്കുണ്ടായത് ഖുർആൻ സൃഷ്ടിയാണോ കലാമാണോ? അതായിരുന്നു തർക്ക വിഷയം. കലാമാണ് എന്നതാണ് സത്യം. നമുക്കിപ്പോൾ തോന്നും, എന്താ ഇപ്പോൾ ഖുർആൻ സൃഷ്ടിയും കലാമും തമ്മിലുള്ള വ്യത്യാസം? സഹോദരങ്ങളെ, ഖുർആൻ സൃഷ്ടിയാണെന്നൊരുത്തൻ വിശ്വസിച്ചാൽ അതവനെ ശിർക്കിലേക്ക് കൊണ്ടെത്തിക്കുന്ന തലങ്ങൾ അതിലുണ്ട്. വിശാലമായി നമ്മൾ പഠിക്കേണ്ട വിഷയ. അതുകൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, പറ്റൂല, ഇത് അള്ളാഹിൻ്റെ കലാമാണ്. ഒറ്റക്കായി കൂടെ നിന്നവർ വരെ സാഹചര്യങ്ങൾ വന്നപ്പോൾ മറുകണ്ഠം ചാടി ഭരണാധികാരിയുടെ ശക്തമായ പീഡനമേൽക്കേണ്ടി വന്നു. അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർത്തിയിട്ട് പറഞ്ഞു, ഒറ്റവട്ടം ഒന്ന് നിലപാട് മാറ്റിയാൽ. മാറ്റിയിട്ടില്ലല്ലോ സഹോദരങ്ങളെ. പക്ഷേ ചരിത്രം ഇന്ന് അദ്ദേഹത്തെ ഇമാമു അഹ്ലുസുന്ന എന്ന് വായിക്കപ്പെടുന്നുവെങ്കിൽ, അദ്ദേഹം അഹ്ലുസുന്നയുടെ ഇമാമായി ചരിത്രത്തിൽ എഴുതപ്പെട്ടുവെങ്കിൽ, സഹോദരങ്ങളെ, നിലപാടുണ്ടാകണം, നമുക്ക് ഉറച്ചു നിൽക്കണം, അല്ലേ? നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ എത്ര ചെറുതാണ് സഹോദരങ്ങളെ. ഇതേ സമയത്ത് ഫലസ്തീനിലുള്ള നമ്മുടെ പൊന്നുമക്കൾ, ഫലസ്തീനിലെ സഹോദരിമാർ അനുഭവിക്കുന്ന പീഡനം എന്താണ്? ഈ ദീനിൻ്റെ വഴിയെ ജീവിച്ചപ്പോൾ അവർക്ക് ത്യജിക്കേണ്ടി വന്നത് എന്തൊക്കെയാണ് സഹോദരങ്ങളെ? അന്നത്തിന് വകയില്ലാതെ മെലിഞ്ഞൊട്ടിയ ശരീരം കാണുന്നില്ല നമ്മൾ, വെള്ളം കുടിക്കാനില്ലാത്ത പ്രയാസം. യുദ്ധമൊക്കെ നിർത്തിയെന്ന് പറയുമ്പോഴും പിന്നെയും ശത്രു വന്ന് തുടരെ ആക്രമിക്കുന്നത് കാണുമ്പോൾ
സഹോദരങ്ങൾ, പടച്ചോൻ നമ്മൾ വെറുതെ വിടുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ആരുടെ ഒരു പരിഹാസം കേട്ടപ്പോഴേക്ക് ഒന്ന് തുറിച്ചു നോക്കിയത് കണ്ടപ്പോഴേക്ക് ഉള്ള ഡ്രസ്സും കോഡും എല്ലാം മാറ്റി തോന്നിയ പോലെ ജീവിക്കാനാണ് നമ്മൾ തയ്യാറാകുന്നതെങ്കിൽ പടച്ചോൻ വെറുതെ വിടുമോ? ഇല്ല സഹോദരങ്ങളെ. നാളെ പരലോകത്തൊരു വിലാപമുണ്ട്. അനിൽ മുജ്രിമീൻ മാ സലകകും ഫീ സഖർ. കുറ്റവാളികളോട് ചോദ്യമുണ്ട്. മാ സലകകും ഫീ സഖർ, സഖറാകുന്ന ഈ നരകത്തിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് എത്തിയത്? ഖാലു, അവർ പറയും, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, സാധുവിന്റെ ഭക്ഷണ കാര്യത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, എല്ലാവരും തെറ്റായ കാര്യങ്ങളിൽ തിന്മകളിൽ അങ്ങ് മുഴുകിയപ്പോ ഞങ്ങളും അതിൽ മുഴുകി തന്നെ ജീവിച്ചു. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, ഈ പരലോകത്തെ പ്രതിഫല ദിവസത്തെ ഞങ്ങൾ കളവാക്കി. ഹത്താ അതാനൽ യഖീൻ, ഞങ്ങൾക്ക് അങ്ങനെ മരണം വന്നെത്തുന്നത് വരെ. എന്തോരു പറഞ്ഞത്? എന്തേ നരകത്തേക്ക് എത്തിയത്? ഞങ്ങൾ നിസ്കരിക്കണവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല, സാധുവിന്റെ ഭക്ഷണകാര്യം ശ്രദ്ധിച്ചില്ല. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, എല്ലാവരും തിന്മയിൽ മുഴുകിയപ്പോ ഞങ്ങളും അങ്ങനെ മുഴുകി. ഒഴുക്കിനൊപ്പം പോകാൻ എളുപ്പമാണ് സഹോദരങ്ങളെ, ഒഴുക്കിനെതിരെ നീന്തലാണ് പ്രയാസം. ഞങ്ങൾ ഒഴുക്കിനൊത്തുപോയി. സമൂഹം എങ്ങനെ പോകുന്നോ അതിനനുസരിച്ച് പോയി. പരലോകമൊന്നുമില്ല എന്ന് വിചാരിച്ച് അങ്ങനെ ജീവിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിലെത്തിയത് എന്ന് പറയേണ്ടി വരുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരലോകത്ത് വിജയിക്കണമെങ്കിൽ, അനുഗ്രഹങ്ങളുടെ സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ ഇവിടെ ചെറിയ ത്യാഗവും പ്രയാസമൊക്കെ അനുഭവിക്കേണ്ടി വരും. അവിടെ ദീനീ രംഗത്ത് ഉറച്ചു നിൽക്കാൻ, ഒഴുക്കിനെതിരെ നീന്താൻ, അല്ലാഹുവും റസൂലും പറഞ്ഞിടത്തുറച്ചു നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ലോക ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനമായിട്ട് കൊണ്ടാടുന്ന ഒരു ദിവസമാണ്. സമൂഹത്തിനിടയിൽ ദാരിദ്ര്യമില്ലാതെയാക്കാൻ, ദാരിദ്ര്യമില്ലാതെ ജീവിക്കുക എന്നത് മനുഷ്യൻ്റെ മൗലിക അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച് ആ ദിവസം ആ രൂപത്തിൽ കൊണ്ടുപോവുകയാണ്. പക്ഷെ സഹോദരങ്ങളെ, ഇസ്ലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് ധന്യതയും ചിലർക്ക് ദാരിദ്ര്യവും കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ദാരിദ്ര്യം മാറാൻ ഇസ്ലാം മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, സമൂഹം കൊണ്ടു നടക്കുന്ന ധൂർത്ത് ഇല്ലാതെയാക്കുക എന്നതാണ്. കിട്ടിയോന് തോന്നിയ പോലെ ധൂർത്തടിച്ച് നടക്കുക എന്നതിനപ്പുറം കൂടെ ജീവിക്കുന്നവരെ പരിഗണിക്കണം. രണ്ടാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സമ്പത്തുള്ള ആളുകൾ കണക്കൊത്തു വരുമ്പോൾ അതിൻ്റെ 2.5% അതിൻ്റെ അവകാശികൾക്ക് സക്കാത്തായി കൊടുക്കണം. ലോകത്തെ മുഴുവൻ സമ്പന്നരും കൃത്യമായി അതിൻ്റെ സക്കാത്ത് കൊടുക്കുകയായിരുന്നെങ്കിൽ ആ കിട്ടുന്ന സക്കാത്തിൻ്റെ ഒരു ചെറിയ വിഹിതം മാത്രം എടുത്താൽ ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും ദാരിദ്ര്യത്തെ പരിഗണിക്കാനും പരിഹരിക്കാനും കഴിയും. ഇസ്ലാം മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞ ആയത്തിൽ പറഞ്ഞില്ലേ, എന്തുകൊണ്ട് നിങ്ങൾ നരകത്തിലേക്ക് എത്തി എന്ന് ചോദിച്ചപ്പോൾ വലം നകു നുത്ഇമുൽ മിസ്കീൻ, സാധുക്കളുടെ ഭക്ഷണത്തിൻ്റെ കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല. അത് ശ്രദ്ധിക്കുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ മനുഷ്യരും ശ്രദ്ധിക്കുകയാണെങ്കിൽ സാധുവിനെ സഹായിക്കണമെന്നും, എനിക്ക് കിട്ടിയത് പടച്ചോൻ തന്നതാണ്, ഓനക്ക് കൊടുക്കാതിരുന്നതും പടച്ചോൻ്റെ പരീക്ഷണമാണ്, കിട്ടിയതിൽ നിന്ന് അവന് കൊടുക്കുമ്പോൾ അവൻ്റെ പ്രശ്നം പരിഹരിക്കുകയും എൻ്റെ പരലോകത്തെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യും എന്ന് മനുഷ്യൻ വിചാരിച്ചാൽ, സക്കാത്തിൻ്റെ കാര്യത്തിൽ കൃത്യതയും കണിശതയും എല്ലാ മനുഷ്യർക്കും ഉണ്ടായാൽ തീർച്ചയായും ലോകത്ത് ദാരിദ്ര്യമില്ലാതെ ജീവിക്കുക എന്ന മനുഷ്യൻ്റെ മൗലികാവകാശമാണ് എന്ന് പ്രഖ്യാപനങ്ങൾക്കപ്പുറം അത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. ആ നിലയ്ക്ക് എല്ലാ നന്മകളിലും നമ്മൾ സജീവമായി ഇടപെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന കാലത്ത്
യഥാർത്ഥ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ ഖബറിടങ്ങൾക്ക് അള്ളാഹു വിശാലത നൽകുമാറാകട്ടെ. മരണം വരെ തൗഹീദിൻ്റെ വഴിയെ ജീവിക്കാനും മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് മരിക്കാനും ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാടിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും ഈ രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അതിനെ തകർക്കാനുള്ള ചെറുതും വലുതുമായ എല്ലാ പരിശ്രമങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അഅ്സിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാക അഅദാ അദ്ദീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وسلام على المرسلين والحمد لله رب العالمين.